ഹായ് ഗൈസ്, അപ്പളേ ഈ ഹോട്ടൽ ഫീൽഡില് കീപ്പ് ഇൻ ടച്ച് എന്ന വാക്കിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോണത്. നമ്മളിപ്പോ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്ത് റിസൈനിട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് പറയും കീപ്പ് ഇൻ ടച്ച് എന്ന്. ആ വാക്കിന് ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നല്ലൊരു വേക്കൻസി അവരുടെ കമ്പനിയിൽ വരാനുണ്ടെങ്കിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. കാരണം അറിയുന്ന ആൾക്കാരുടെ ഒപ്പം വർക്ക് ചെയ്യാനായിട്ടാണ് എപ്പോഴും ആൾക്കാർ നമ്മളെ ചൂസ് ചെയ്യുക. അറിയുന്ന ആൾക്കാരുടെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ വർക്ക് കുറച്ചും കൂടി ഈസിയറും അതേപോലെ തന്നെ കംഫർട്ടും ആയിരിക്കും. ഇപ്പൊ എനിക്ക് തന്നെ ഇവിടെ ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്യുക ഞാൻ എന്റെ ഫ്രണ്ട്സിന് അതല്ലെങ്കിൽ എനിക്ക് അറിയുന്ന ആൾക്കാരെയാണ്. കാരണം അവരുടെ ഒപ്പം ഞാൻ മുൻപ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം എത്രത്തോളം ഈസി അല്ലെങ്കിൽ കംഫർട്ട് ആയിട്ടാണ് അവരുടെ ഒപ്പം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാന്നുള്ളത്. സോ അതേപോലെ തന്നെ ഏതൊരു ഷെഫ് ആയിക്കോട്ടെ, ഏതൊരു വർക്കിംഗ് പൊസിഷനിൽ ഇരിക്കുന്ന ആളായിക്കോട്ടെ, ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്ത സ്ഥലത്തെ ഷെഫുമാരൊക്കെ പെട്ടെന്ന് നമ്മൾ ഓർക്കും, അവരായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ആ ഷെഫ് നമ്മൾക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കും. എനിക്ക് അങ്ങനെ ഒരു 2-3-5 ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. മുമ്പ് വർക്ക് ചെയ്ത സ്ഥലത്തെയോ അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാരൊക്കെ ആയിട്ട് കീപ്പ് ഇൻ ടച്ച്. കാരണം എന്തെങ്കിലും വേക്കൻസിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്യൂച്ചറിൽ നമുക്ക് ഹെൽപ്പ് ആവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ സുലാൻ.